സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ മുളയും കുടവും avalmilk, pazhammilk, അവൽ നമ്മൾ വറുത്തെടുക്കുന്ന അവലാണ്. വൈഫാണ് കൂടുതലും ഇത് കണ്ടുപിടിക്കുന്നത്. കൂടുതലും അവളുടെ മിടുക്ക് കൊണ്ടാണ് കൂടുതലും ഓരോന്നും ചെയ്തോണ്ടിരിക്കുന്നത്. കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു സോഡ നാരങ്ങ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ വീഡിയോ എടുക്കണമെന്ന് തന്നെ അങ്ങ് മനസ്സിൽ തോന്നി. ഞങ്ങളിവിടെ വന്ന് ഞങ്ങളിന്ന് കുടിച്ച ഐറ്റംസിൻ്റെ പേര് ആദ്യം ഒരു കുടം കലക്കി, രണ്ടാമത് മുള സർബത്ത്. രണ്ട് സാധനമാണ് ഇവിടുന്ന് കുടിച്ചത്. ഇവർ കുടുംബമായിട്ടാണ് ഇവിടെ ഉള്ളത്. അതിന് ചേട്ടനോട് തന്നെ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെ? എൻ്റെ പേര് രാജേഷ്. വൈഫ് സുമ, അമ്മയുണ്ട്. അമ്മയുണ്ട്. ഇവിടെ എത്ര നാളായി തുടങ്ങിയിട്ട്? ഇവിടെ ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞു. നേരത്തെ പത്തനംതിട്ട ടൗണിലായിരുന്നു, സ്റ്റേഡിയത്തിൻ്റെ അവിടെ സോഡ നാരങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അവിടെ കുലുക്കി സർബത്തും നാരങ്ങ വെള്ളവും മോരും വെള്ളം തണ്ണിമത്തനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ കൂടുതൽ ഐറ്റംസ് ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ മുളയും കുടവും avalmilk, pazhammilk, പിന്നെ ഇതൊക്കെ നമ്മുടെ മെയിൻ സാധനം. ഇവിടെ കൂടുതൽ അത് കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള, അതുകൊണ്ടാണ് കൂടുതൽ പോകുന്നത്. അതാണ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ഇല്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ പത്തനംതിട്ട ചെയ്തപ്പോഴും നമുക്കറിയായിരുന്നു, പക്ഷേ അത് അവിടെ വെച്ചില്ല. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇവിടുന്ന് ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് കഴിക്കുന്നില്ല. കഴിച്ച് കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും, മറ്റുള്ളവർ വന്ന് മറ്റു കടക്കാരും വന്ന് കഴിക്കും. അങ്ങനെ പോയിട്ടുണ്ട്. ഇത് കൂടുതലും നമ്മുടെ തൃശ്ശൂർ, പാലക്കാട് ഭാഗങ്ങളിലാണ് കൂടുതലും ഉള്ളത്. പിന്നെ ഞങ്ങളൊരു പ്രാവശ്യം വയനാട് പോയപ്പോഴാണ് നമ്മൾ മുള സർബത്ത് കഴിച്ചു. നമുക്കത് ഇഷ്ടപ്പെട്ടു. നമുക്കത് ഇവിടെ വെക്കണം താല്പര്യപ്പെട്ടു. വൈഫാണ് കൂടുതലും ഇത് കണ്ടുപിടിക്കുന്നത്. കാരണം അവർക്ക് ഇതൊരു നല്ലൊരു ഇതുണ്ട്, അതിനുവേണ്ടി ഒരു പ്രത്യേക കഴിവുണ്ട്. പുതിയ വെറൈറ്റികൾ പുതിയ വെറൈറ്റികൾ കണ്ടുപിടിക്കാനും. ഇടിച്ചുകുത്തി നാരങ്ങ വെള്ളം അടുത്ത ദിവസം തൊട്ട് വെക്കുക. കൂടുതലും അവളുടെ മിടുക്ക് കൊണ്ടാണ് കൂടുതലും ഓരോന്നും ചെയ്തോണ്ടിരിക്കുന്നത്. മുള സർബത്ത് വന്നിട്ട് 50 രൂപ, കുടംകലയ്ക്ക് 50. കുടംകലയ്ക്ക് എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ വരുന്ന സംഭവം. ഫ്രൂട്ട്സൊക്കെ വരുന്ന ഫ്രൂട്ട്സിൻ്റെ ജ്യൂസും കാര്യങ്ങളും. avalmilk എന്ന് പറയുമ്പം പഴം, അവൽ നമ്മൾ വറുത്തെടുക്കുന്ന അവലാണ്. പിന്നെ ബൂസ്റ്റ് ഫ്ലേവറുണ്ട്, പിന്നെ വാനില ചെയ്യുന്നുണ്ട്, ചോക്ലേറ്റ് ചെയ്യുന്നുണ്ട്, പിസ്ത ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 4 ഫ്ലേവറാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കുടം കലക്കി ഞാൻ കുടിച്ചു നോക്കാനായിട്ട് പോവുകയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസാണിത്. ഇതിൻ്റെ അകത്ത് ഓറഞ്ചിൻ്റെയും പൈനാപ്പിളിൻ്റെയും ഒക്കെ ആ ഫ്ലേവർ നന്നായിട്ട് അറിയുന്നുണ്ട്. ഒരു ചെറിയ പുളിയും അതുപോലെ ആവശ്യത്തിന് മധുരവും ഒക്കെ ആയിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ ജ്യൂസാണ് മുള സർബത്ത് എന്നുള്ളത്. ഇതിവർ വയനാട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ഇവർക്ക് കിട്ടിയ ഒരു റെസിപ്പിയാണ്. കുറച്ച് പച്ചമരുന്ന് സംഭവങ്ങളൊക്കെ ഇതിൽ ചേർക്കുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്.
ളസർബത്ത് ഒരു നല്ല ടേസ്റ്റ് ആയിരുന്നു. പച്ചമരുന്നിൻ്റെ ഒക്കെ ആ ടേസ്റ്റ് അറിയാനുണ്ട്. അതുപോലെ ആ മുളയിൽ തരുമ്പോൾ അതിൻ്റെ ആ ഒരു രുചിയൊക്കെ ഇത് കുടിക്കുമ്പോഴായിട്ട് അറിയാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറയുകയാണ്. താഴൂർ ജംഗ്ഷനിൽ നിന്നും വള്ളിക്കോട് കോട്ടയത്തേക്ക് തിരിയുമ്പോൾ തന്നെ വലത്തുവശത്തായിട്ട് ഈ ജ്യൂസ് കട കാണാം. കുറച്ച് റബ്ബർ മരങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ തണലത്തായിട്ടാണ് ഈ ജ്യൂസ് കട ഇരിക്കുന്നത്. ഈ ജ്യൂസ് കടയുടെ പേര് ഹശമന എന്നാണ്. തീർച്ചയായിട്ടും ഇതുവഴി യാത്ര ചെയ്യുന്ന നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.